السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم. صدق الله مولانا العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة. صدق رسول الله صلى الله عليه وسلم. ബഹുമാന ആദരവുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ഏറ്റവും സ്നേഹമുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തവർ, ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചവർ എല്ലാവരെയും അവന്റെ മഹത്തുക്കളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ടും നാം ഒരുമിച്ച് കൂടിയ കാരണമായ മഹാനവറുകളുടെ ഹക്ക് കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും ഖൈറായ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല ഇസ്സത്ത് നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മഹാനായ ഷെയ്ഖ് അവറുകളുടെ സദസ്സിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചു. നിങ്ങളെപ്പോലെ മഹാന്മാരുടെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വിനീതനായ ഞാനും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വന്നിട്ടില്ലെങ്കിലും കുറെ മുമ്പ് തന്നെ കേൾക്കാറുണ്ട്, അള്ളാഹുവിന്റെ ഖളാ, അള്ളാഹുവിന്റെ വിധി ഈ സമയത്ത് ഒരുമിച്ച് കൂടാനായിരിക്കാം. അള്ളാഹു തആല മഹാനവറുകളുടെ മദദ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ. മനുഷ്യരാവുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ, ദോഷങ്ങളൊക്കെ ചെയ്യാൻ ഉതകുന്ന നിലയിലാണ് അല്ലാഹു തആല നമ്മളൊക്കെ പടച്ചിട്ടുള്ളത്. ജീവികളെ അല്ലാഹു 2-3 തരത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വിഭാഗം ജീവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വികാരം മാത്രം നൽകപ്പെട്ട് വിവേകം എന്നുള്ളത് ഇല്ലാത്ത നിലക്കും അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷിമൃഗാദികളെ പോലെ. അതേ സമയത്ത് മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് വിവേകം മാത്രം നൽകപ്പെട്ടു വികാരമില്ലാത്ത നിലയിലാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു തആലയുടെ
മലായികത്തുകൾ. അവർക്ക് അല്ലാഹു തആല വിവേകം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, വികാരം എന്നുള്ളത് അല്ലാഹു നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യരാവുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വികാരവും വിവേകവും നൽകപ്പെട്ടിട്ടാണ് അല്ലാഹു നമ്മെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവേകത്തെ മാറ്റി നിർത്തി വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെക്കാൾ അധംപതിപ്പിച്ചു കളയും. അതേ സമയത്ത് വികാരത്തെ മാറ്റി നിർത്തി വിവേകത്തിന് അടിമപ്പെട്ടുകൊണ്ട് വിവേകത്തിന് നിലയ്ക്ക് വിവേകത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ വിവേകം മാത്രം നൽകപ്പെട്ട് അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ട മഹാന്മാരാവുന്ന മലായികത്തുകളെക്കാണ് ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ മനുഷ്യരാവുന്ന നമുക്ക് കഴിയും. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വിവേകവും വികാരവും നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിനെ മനസ്സിലാക്കി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം നൽകും. അതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയ മഹാന്മാർ, ആ മഹാനവറുകളൊക്കെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും വിരോധിച്ച കാര്യങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകി. ആ സ്ഥാനം നൽകിയതിന്റെ അടയാളമാണല്ലോ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടുതലായി എന്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാം ഏവരും മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ദോഷം ചെയ്യാൻ പാകത്തിലാണ് മനുഷ്യരാവുന്ന നമ്മെ പടച്ചിട്ടുള്ളത്. മനുഷ്യരാകുമ്പോൾ പാപങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടേണ്ടത്, ആ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് അല്ലാഹു പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ രക്ഷിതാവിന്റെ വക്കിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനത്തിലേക്ക്, പാപം പൊറുപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളൊക്കെ ഉണരണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടമ, മനുഷ്യരാവുന്ന നമ്മൾ ദോഷം ചെയ്താലും ആ ദോഷങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ സമയത്ത് മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് മഹത്തുക്കളെ ആദരിച്ചുകൊണ്ട് നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ദിക്റുൽ അംബിയാഇ ഇബാദ, അമ്പിയാക്കളെ സ്മരിക്കുക എന്നുള്ളത്, അമ്പിയാക്കളെ പറയുക എന്നുള്ളതൊക്കെ, ഓർക്കുക എന്നുള്ളതുമൊക്കെ അത് ഇബാദത്താണ് എന്നും, സ്വാലിഹീങ്ങളെ സ്മരിക്കുക എന്നുള്ളത് പാപം പൊറുപ്പിക്കുന്ന കാര്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്ലാഹുവിന്റെ മഹാന്മാരെ ആദരിക്കുന്നു, അവരെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വലിയ പരിപാടികൾ നടത്തുന്നത്. ആ മഹാന്മാരെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അതിന്റെ ഉദ്ദേശം നമ്മളെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി കിട്ടുകയും അതോടൊപ്പം ആ മഹാന്മാരോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വീണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടുകൂടെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടും മഹാന്മാരെ ആദരിക്കുന്നതും ആ മഹാന്മാരോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ, അല്ലാഹു തആലാന്റെ അല്ലാഹു ആദരിച്ചതായ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ സ്നേഹിച്ച് അവരോടൊന്നിച്ച് സ്വർഗത്തിൽ കടക്കാനാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരെ ആദരിക്കുന്നതോടുകൂടി, അവരെ ബഹുമാനിക്കുന്നതോടുകൂടി അവരോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്നുള്ള സംഭവം നമുക്കൊക്കെ അറിയാം.
സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാണ് നമ്മളൊക്കെ. ആ കഥകളും ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. ആ അസ്ഹാബുൽ കഹ്ഫ് ആവുന്ന അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ അവരെ സ്നേഹിച്ചതായ നായ, അള്ളാഹുവിന്റെ മഹാന്മാരെ സ്നേഹിച്ച കാരണം കൊണ്ട് ആ നായ സ്വർഗത്തിൽ കടക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരെ, അള്ളാഹുവിന്റെ മഹത്തുക്കളെ സ്നേഹിച്ചാൽ തീർച്ചയായും മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. ആ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്, ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരോടുകൂടെയാണ്. ആ മഹാന്മാരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു. കാരണം കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു തആല ഉന്നതമായ സ്ഥാനം എത്തിക്കൊടുക്കുകയും ആ സ്ഥാനം വകവെച്ചുകൊണ്ട് തന്നെ അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കാരണം അള്ളാഹു സുബ്ഹാനഹു തആല മഹത്തുക്കളോടുകൂടെ നമ്മളൊക്കെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരും. അള്ളാഹു സുബ്ഹാനഹു തആല ആ മഹാന്മാർ മഹത്തുക്കളോടുകൂടെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തആല നാം എല്ലാവരും സ്വർഗത്തിൽ കടക്കാനുള്ള സബബായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന മഹത്തായ തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ഈ മഹത്തായ സദസ്സിൽ, അള്ളാഹുവിന്റെ മഹാന്മാരും മഹത്തുക്കളൊക്കെ പങ്കെടുക്കുന്ന സദസ്സിൽ ഇതിലൊക്കെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് കിട്ടിയത് തീർച്ചയായും റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനെ നമ്മൾ നന്ദി ചെയ്യണം. അള്ളാഹുവിലേക്ക് നമ്മളൊക്കെ ശുക്ർ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധാരാളം കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തരുന്നു. അള്ളാഹു തആല ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയത്. അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളിൽ നമ്മളൊക്കെ പെടുത്തിയത്. അള്ളാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു തആല ഈമാൻ നൽകി എന്നുള്ളത്. മഹാന്മാര് പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ഈ ലോകം പടക്കുന്ന കാലം പടക്കുകയും ഈ ലോകാവസാനം വരെ അവരെ ജീവിപ്പിക്കുകയും ചെയ്തിട്ട് ആ കാലം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് തെറ്റ് ചെയ്യാതെ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല അവനെ മുഅ്മിനാക്കിയതായ ആ വലിയ അനുഗ്രഹത്തിലേക്ക് നന്ദിയാവുകയില്ല എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മളെ അല്ലാഹു തആല മുഅ്മിനാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം നിഅമത്തുകൾ ചെയ്ത കൂട്ടത്തിൽ വലിയൊരു അനുഗ്രഹം അല്ലാഹു നമ്മളെ മുഅ്മിനാക്കി. മറ്റ് ഇതുപോലെയുള്ള അല്ലാഹു തആല പൊരുത്തപ്പെട്ട, അല്ലാഹു തൃപ്തിപ്പെട്ട മഹത്തായ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുവാനും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകുന്നു. റബ്ബ് സുബ്ഹാനഹു തആല ആ രക്ഷിതാവിനിക്ക് നന്ദി ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിനിക്ക് നന്ദി ചെയ്യാതിരുന്നാൽ, മഹാന്മാര്, മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ ഖുഫ്രി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരോട് ചോദിച്ചു, ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ചോദിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു കാരണമാണ് അല്ലാഹു തആല ചെയ്ത നിഅമത്തിനിക്ക് നന്ദി ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാവുന്ന വിഷയമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആല നമുക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നാം എല്ലാവരും തയ്യാറാവണമെന്ന് എന്റെ സ്വന്തം ശരീരത്തോട് ഉപദേശിച്ചുകൊണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും തൽക്കാലം ഈ മഹത്തായ പരിപാടി പങ്കെടുത്ത് അള്ളാഹു അതിന്റെ സവാബ് നമുക്കൊക്കെ നൽകി ആഖിറം അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ അല്ലാഹുവേ, പാപികളായ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ ഈ മഹാന്മാരെ മഹാന്റെ വറക്കത്തുകൊണ്ട്, മറ്റു മഹാന്മാരെ ഹത്തജാഹു ബറക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ സഹോദര സഹോദരിമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കൾ, ശിഷ്യന്മാർ
അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തവർ, ഇതിനുവേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കി റഹ്മാനായ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പടച്ചറബ്ബേ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങളെ എല്ലാവരുടെ രോഗങ്ങളും നീ പരിപൂർണമായി ശിഫയാക്കി തരണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗങ്ങൾ, ആഫത്ത്, മുസീബത്തുകൾ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാ ശർറുകളെ തൊട്ടും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള, ഹിദായത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈറാകുന്ന കാലത്തോളം നിന്റെ പൊരുത്തത്തിലായി, നിന്റെ താഴ്ത്തിലായി, ഇസ്സത്തോടുകൂടി ദീനിന്റെ ഖിദ്മത്തിലായി ജീവിപ്പിച്ച് അവസാനം മരണം ഖൈറാവുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഖാലിഖായ റബ്ബേ, റാസിഖായ റഹ്മാനെ, ഞങ്ങളെ എല്ലാവരുടെയും ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സദസ്സിൽ വന്നവരുണ്ട്, പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ കാര്യങ്ങളൊക്കെ നീ സാധിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, പലരും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ആ മഹാന്മാർ, ഇതുപോലെയുള്ള മഹാന്മാർ മഹത്വത്തോടുകൂടി ഞങ്ങളെയും അവരെ എല്ലാവരെയും ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും റബ്ബേ നിന്റെ മഹാന്മാരോടുകൂടി നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ദുആകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സ് നീ ഖബൂലാക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ നീ ഖബൂലാക്ക് റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ബഹുമാനപ്പെട്ടവരുടെ വാഴ് ഞാൻ നിൽക്കുന്ന എളമ്പൂരിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കേട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ പറയിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങരുത് എന്നുള്ളൊരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് ഇൻഷാ അല്ലാഹ് ഈ മഹാന്മാരുടെ ബറക്കത്തൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് വാഴ് പറഞ്ഞു തരുന്ന മഹാനവറുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്ക് നമ്മുടെ ഉസ്താദുമാരും മഹത്തുക്കൾക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഇനിയും ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം ഉണ്ടായ ധാരാളം ആളുകൾ ഈ പ്രാവശ്യം നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നില്ല. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു. ജീവിക്കുന്ന നമുക്കൊക്കെ അല്ലാഹു തആല ഇനിയും ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആമീൻ. ഇന്നലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ബീവി അജ്മീറിൽ വെച്ചിട്ട് മിനിയാന്ന് അവിടെ എത്തി. അന്ന് എത്തിയത് ആ സമയത്ത് തന്നെ അവിടുന്ന് മരണപ്പെട്ട് കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് പ്ലെയിൻ കയറാൻ കഴിയാതെ വീണ്ടും അജ്മീറിലേക്ക് കൊണ്ടുപോയി മറ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3 ചെറിയ മക്കളാണ്. 2 കുട്ടികളായിട്ട് പോയതെന്ന് 20-30 വയസ്സിന്റെ ഇടയിലുള്ള ആ സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടതാണ്. അല്ലാഹു തആല ആ സഹോദരിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ആ കുടുംബത്തിന് അല്ലാഹു തആല സമാധാനം നൽകി. ആ മക്കളെ അല്ലാഹു തആല റാഹത്തിലാക്കുമാറാവട്ടെ. ആ മക്കളെ അല്ലാഹു ആ മാതാവിനും അതുപോലെ പിതാവിനും കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന മക്കളാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. പടച്ച റബ്ബ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മളെല്ലാവരുടെയും ആഖിബത്ത് അവസാനം അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഖൈറാണെങ്കിൽ വീണ്ടും ഇനി കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലെങ്കിൽ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂടി കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മുഖ്യപ്രഭാഷണം നടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായി ഏതാനും ചില ആശംസാ പ്രസംഗങ്ങളുണ്ട്. 5 മിനിറ്റ് സമയം കൊണ്ട് തീരുന്ന ചില ആശംസാ പ്രസംഗങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മുഖ്യപ്രഭാഷണം നടക്കും. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്
വോളണ്ടിയർമാർ അറിയിച്ചതനുസരിച്ച് ഭക്ഷണം കഴിച്ച സഹോദരിമാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് തയ്യാറാക്കിയ സ്ഥലത്ത് സദസ്സിലേക്ക് വന്ന് അവിടെ നിന്നുള്ള തിരക്ക് ഒഴിവാക്കി തരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളുടെ മുരീദും നിരവധി കാലം നമ്മുടെ നാട്ടിൽ വന്ന് പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളെ കുറിച്ച് ഗാനം ആലപിക്കുകയോ ചെയ്ത ഉപ്പയോട് നേരിട്ട് ബന്ധമുള്ള ബഹുമാനപ്പെട്ട അസീസ് സാഹിബ് തായിനേരി ഇവിടെ സദസ്സിൽ 5 മിനിറ്റ് അദ്ദേഹത്തിന് ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പണ്ഡിതന്മാരുടെ സദസ്സിൽ ഒരു കാക്ക, കുയിലുകളുടെ സദസ്സിൽ ഒരു കാക്ക എന്തിനു കയറി? ഖുദാ കൊണ്ടറിഞ്ഞതടിയായാത്തുൽ മഅരിഫിയ, അറിവാക്കളുള്ള കളരി, ഊട്ടമ്പ് വെട്ടും ചാട്ടും പലവെടിയും സക്കറുണ്ട് ബീക്ക് ഹൃദം. മധുരസ്തു ബുൽബുലിയെ തന്തടിയാറിഞ്ഞിടടാ, മറ്റാരുമില്ല കൊരുടാ. മാറാത്ത നിൻകിലശം ഒയിരില്ല ഈമാനും, മറനീക്കി നിന്നെ അറിനീ. അതലിൽ നിറുത്തതടി അവനില്ല ഇവനില്ല ഹയാത്തൊന്ന് റൂഹൊന്നടാ. കബ്സേ മുഹബ്ബത്ത് ആയാത്ത് തർബീബിൽ ആറാറിൽ ആറടാ. കപ്പുള്ള കുപ്പിയുടെ അക്രാലെ ശില്പിയുടെ മൽഫുൽ ലത്തീഫ് കുരുടാ. ബഹുമാനപ്പെട്ടവരുടെ കൂടെ 9 വർഷം കേട്ടവർ പറയുന്നതിനേക്കാളും കണ്ടവർ പറയുന്നതായിരിക്കും നല്ലത് എന്ന സ്ഥലത്ത് ആ നിമിത്തം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കുയിലോടെ കൂട്ടത്തിൽ ഒരു കാക്ക വരാൻ കാരണം. 9 വർഷം ഞാൻ അവിടത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യ വർഷവും 2ാം വർഷവും എരുമപ്പെട്ടിയിൽ 3-4 വീടുകൾ മാത്രം. 4ാം വർഷം ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. എന്നെ കൂടെ മധ്യസ്ഥ പാട്ടുകളൊക്കെ എങ്ങനെ അവരേക്കന്മാരുടെ പാട്ടുകളൊക്കെ പാടിപ്പിക്കും. പാടുമ്പോൾ എനിക്ക് തോന്നി മുമ്പിൽ ബാൻഡ് അടിയുണ്ട്. ഇതെന്തൊരു ഔലിയാപ്പ, നമ്മൾ കേട്ടതല്ലേ പാട്ടും കൂത്തുമല്ലായിട്ട് ഇതെന്തൊരു ഔലിയ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ആ ജനലിനുള്ളിൽ കൂടി വടി കൊണ്ട് എന്നെ മുട്ടി പറഞ്ഞു. അബ്ദുൽ അസീസ് ഇവിടെ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പാട്ടിൻ്റെ ആളൊന്നുമല്ല, അതൊന്നുമല്ല. നമ്മളിവിടെ ചെയ്യുന്ന കണ്ടില്ലേ, പന്നി മെയ്യുന്നത് കണ്ടില്ലേ? ഇവിടെ റോട്ടിലെല്ലാം പന്നി എരുമപ്പെട്ടി. നമ്മൾ നമ്മൾ ആരും പുതിയൊരാളൊന്നുമല്ല. ഇവിടെ നമ്മളെല്ലാം മനുഷ്യ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവരും നമ്മളെല്ലാം ഒന്നാണ്. അല്ലാഹു തആല നമ്മൾ അനുഗ്രഹിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എതിരല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ചിഹ്നം, ഇതെല്ലാം ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ 9ാം വർഷം പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും എന്നെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ അസീസ്, അടുത്ത വർഷം ഈ പരിപാടി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം, ക്ഷണിച്ചാലും ഇല്ലെങ്കിലും വരണം. 3ാമത്തെ ഒരു വാക്ക് പറയുമ്പോൾ ആ സദസ്സിൽ ഞാൻ ഇന്ന് ഇവിടെ നോക്കി, ആരും അങ്ങനെയുള്ള ആളെ കാണുന്നില്ല. ഷർട്ടിടാതെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരാർക്കും അറിയൂല. അങ്ങനെ കുറെ ആൾക്കാർ അന്ന സദസ്സിലുണ്ടായിരുന്നു. 3ാമത്തെ വാക്ക് പറയുമ്പോൾ ഈ ഷർട്ടിടാതെ ആൾക്കാരൊക്കെ ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ കാദറാജൊക്കെ അന്ന് ഉണ്ടായിരുന്നു, ഖാദർ മസ്താനൊക്കെ അന്ന് ആ സദസ്സിലുണ്ടായിരുന്നു. 3ാമത്തെ വാക്ക് പറഞ്ഞത്, ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം. എൻ്റെ അന്നത്തെ ചെറിയ പ്രായം, ഒരു 10, 20, 23, 24, 25 വയസ്സ് പ്രായം. 25, 30ഓളം വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പുറത്ത്
ഇറങ്ങിയപ്പോൾ വിളക്കിയിൽ നിന്ന് വന്ന അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, അസീസെ കാര്യം വലുത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ മൂപ്പരുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അടുത്ത വർഷം മൂപ്പരുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഈ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണമെന്ന് പറയുമ്പോൾ ഈ ശബ്ദം വല്ലാതൊരു ശബ്ദം, എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് വിട്ടുപോയി. അങ്ങനെയാണ് നമ്മുടെ വഫാത്തിന് ശേഷം ഒരു പരിപാടി നമ്മളിവിടെ വെച്ചത്. ഇവിടുത്തെ പരിപാടി വെച്ച് പിന്നെ എൻ്റെ ഇഷ്ടത്തിലുള്ള ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ മദഹ് പാടിൻ്റെ ഇടയിൽ ഒരു വലിയ സഹോദരൻ, എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട ഒരു പാട്ടുകാരൻ, അദ്ദേഹത്തിനും കൂടി ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു പാട്ട് പാടി, കൊണ്ടോട്ടിപ്പാത്തും കുറിക്കാരി പാത്തും എന്ന് പറഞ്ഞ പിന്നെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അതൊരു സംഭവമാണ്, മമ്മൂട്ടിക്കാർക്ക് അറിയുന്നൊരു സംഭവമാണ്. 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ മൈക്കൊക്കെ ശരിയാക്കി വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു. ഈ എന്ന് പറയുന്നില്ലാണ്ട് പാട്ട് പാടാനായിട്ട് അത് മമ്മൂട്ടി എന്നോട് പറഞ്ഞു, അസീസ് സാക്കാർ നിങ്ങൾക്ക് അറിയില്ലേ തങ്ങളുടെ സദസ്സിൽ ഇങ്ങനത്തെ ലക്ഷണമില്ലാതെ പാട്ടൊന്നും പാടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അവനെ നിർത്തി. അങ്ങനെ പകരം തൃച്ചംബരത്തുള്ള മധു എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരൻ പാടി ഇന്നദ്ദീൻ ഇൻദല്ലാഹി ഇസ്ലാം. ആ പാട്ടങ്ങോട്ട് പാടിയപ്പോൾ മൈക്കിന് യാതൊരു പ്രശ്നവുമില്ല, സുഖമായിട്ട് പരിപാടി നടന്നു. ആ പാടിയ സഹോദരന് ഞാൻ 50 രൂപ കൊടുത്ത അദ്ദേഹത്തിനൊപ്പം തന്നെ വണ്ടി കയറ്റി. പിന്നെ അദ്ദേഹം കുറെ കൊല്ലം ജീവിച്ചില്ല, അദ്ദേഹം അല്പം സേവിച്ചിട്ടാണ് വന്നത്. അതാ സത്യം. ഈ പാടിയ പാട്ടുകാരൻ നമ്മളാരും അറിയാതെ അല്പം സേവിച്ചിട്ടാണ് ഈ സദസ്സിൽ വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ തെളിഞ്ഞ വ്യക്തമായ കറാമത്തല്ലാതെ പിന്നെന്തെന്ന് പറയാൻ. അങ്ങനെ ആ പാട്ടുകാരൻ പോയി. തൊട്ടടുത്ത കൊല്ലം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പുറത്തു കൊടുക്കട്ടെ പാവത്തിൽ. ഇതൊക്കെയാണ് ഷെയ്ഖ് അവരുടെ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള കറാമത്ത്. അപ്പോൾ ഞാൻ പാലായ കാലത്തും മോരായ കാലത്തും ഒക്കെ ഉണ്ടായി. ഇന്ന് നിങ്ങളുള്ളത് അത് വെണ്ണയായ കാലത്താണ്. പാലിൽ നിന്ന് മോരായി കടഞ്ഞെടുത്തപ്പോൾ അത്യാവശ്യം പാട്ടും മുട്ടും തട്ടുമൊക്കെ ഉണ്ടായി. വെണ്ണയായപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശുദ്ധമായ വെണ്ണയായി. ഇന്ന് അനാവശ്യങ്ങളൊന്നും ആവശ്യമില്ല. അതാണ് ആ വർഷത്തെ പ്രയോജനം. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പള്ളിയുടെയും മുമ്പത്തെ മുമ്പിലിരുന്ന് തുടർന്ന കാലം എന്ത് വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാനൊരു പാട്ടുകാരനാണ് എങ്കിൽ ഞാൻ ശേഷവതകളെ പറ്റി മനസ്സിലാക്കിയെടുത്തോളം മൂപ്പർ എന്നോടൊരു വാക്ക് പറഞ്ഞ് ഞാൻ പാട്ടിൻ്റെ ആളല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിഭാഷകന്റെ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ദഫ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ജാഹിലിയായ കാലത്തൊക്കെ മുക്കിയൊരു സാധനമാണ്. ഷെയ്ഖ് അവറുകൾ ഒരു ചെരുവിലേക്ക് കൂടി നടന്നു പോകുമ്പോൾ കുറെ ആട്ടിടയന്മാർ അവിടെ വെച്ച് ദഫ് കൂട്ടുക. ഷെയ്ഖ് അവറുകളോട് പറഞ്ഞു, ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇങ്ങനെയല്ല ഇത് മുട്ടേണ്ടത്, ഞാൻ പാടിത്തരായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന റിഫായി ബൈത്തിലും അതിലെ മയ്യൂരിലൊക്കെ കാണുന്ന പല ദിക്കറുകളും അന്ന് ബൈത്തായിട്ട് അവരെ കൊണ്ട് ചെല്ലിപ്പിച്ച് 10-40ഓളം ആൾക്കാർ അവർ അബ്ദാലന്മാരായിട്ട് തങ്ങളുടെ കൂടെ തന്നെ പിന്നെ അവർ നടക്കാൻ തുടങ്ങി. അതുപോലെയുള്ള ചില അനുഭവങ്ങളായിരുന്നു നമ്മുടെ ഷെയ്ഖ് അവറുകൾ. ഞങ്ങളെ കൊണ്ടെല്ലാം പാട്ട് പാടിപ്പിച്ച് ഞങ്ങളെല്ലാം ഇതിലേക്ക് കൽപ്പുറപ്പിക്കുകയാണ് മഹാനവറുകൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തീരുമാനിച്ചു അടുത്ത വർഷം മുതൽ ഇതുവരെ നമ്മൾ ഈ പാട്ട് പാടുന്നതും മുട്ടുന്നതും തട്ടുന്നതൊക്കെ എന്താണ് പറയാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നത്, ഷെയ്ഖ് അവർക്കുണ്ടായിരുന്നത്. ഇനി ഷെയ്ഖ് അവറുകൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമ്മളാരും തന്നെ അടുത്ത വർഷം മുതലാണ് നമുക്ക് ഈ പരിപാടി വേണ്ട. അതിനുശേഷമാണ് അള്ളാഹു മഹത്തായ ഈ സദസ്സിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ ധാരാളം ഉലമാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും സദസ്സിൽ നമുക്ക് വന്നെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ കറാമത്ത് പല അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ പറഞ്ഞ ആ വാസം പറഞ്ഞ ഈ പണ്ഡിതന്മാരെ വെച്ച് അവരുടെ സമയം കളയിൽ വളരെയൊക്കെ സമയം ഞാൻ കടയിൽ നഷ്ടപ്പെട്ടു. പിന്നെ എനിക്കറിയില്ല, എൻ്റെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ആ അനുഭവങ്ങൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്ത് അവിടുത്തെ അതിന് ഞാൻ വന്നത് എപ്പോഴെങ്കിലും മദഹ് ഗാനങ്ങൾ തയ്യാറ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നമുക്കതിനെല്ലാം പ്രചോദനം അക്കാലത്ത് തന്നത് ഉപ്പത്ത ഔലാജി അദ്ദേഹത്തിന്റെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് മകൻ സലീമാൻ ഹാജി, അതുപോലെ മൂപ്പരുടെ തന്നെ പുതിയാപ്പിളായ മുസ്തഫ മൗലവി, മൂപ്പരുടെ എല്ലാവരും തന്നെ അതിന്റെ പ്രചോദനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ സമ്മതത്തോടെ കൂടെ നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടെ വരും കൊല്ലത്തേക്കെങ്കിലും ഒരു മദഹ് ഗാനം, ഒരു നല്ല രീതിയായ സുഖമായ മദഹ് ഗാനം നമ്മുടെ ഷഹയിൽ എങ്ങനെയാണോ പറയുന്ന അനുവദനീയമായ തരത്തിലുള്ള ഒരു മദഹ് ഗാനം നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങളൊക്കെ
സമ്മതം തരണം, എനിക്ക് പ്രാർത്ഥിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വെറും മതങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഈ വാക്കുകൾ അതൊരു അമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. قال النبي صلى الله عليه وسلم من عرف قلبه فقد عرف نفسه ومن عرف نفسه فقد عرف ربه. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة وأكره من تجارته المعاصي ولو كنا سواء في البضاعة. ഏറ്റവും ബഹുമാനമുള്ള എളങ്കൂർ സൈദവറുകളെ, സുന്നി കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ ഷേറൂർ അബ്ദുള്ള ഉസ്താദ് അവറുകളെ, മറ്റ് സദസ്സിലും വേദിയിലും ഉപേക്ഷരായ പണ്ഡിതന്മാർ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ബന്ധപ്പെട്ടവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുന്നി കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ എന്ന് പറയാൻ കാരണം, ഞാൻ ഓത്ത് തുടങ്ങി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ മർഹൂം വെള്ളിലെ മുഹമ്മദ് ഫൈസിയുടെ നാടിനടുത്ത് ഓതുമ്പോൾ അന്ന് അവിടെ പ്രഭാഷകനായി വന്ന ആളാണ് ഉസ്താദ് അവറുകൾ. നീണ്ട 10-23 കൊല്ലമായി ദീനി രംഗത്ത് എഴുത്തിലും പ്രഭാഷണത്തിലുമായി മുഴുകുന്ന ബഹുമാനപ്പെട്ട പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എത്ര ചെറുതാണെങ്കിലും ഈ ലോകത്തൊരു അത്ഭുത ജീവി ഉണ്ടെങ്കിൽ അത് നമ്മളാണ്, മനുഷ്യരാണ്. അല്ലാഹു ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ലോകത്തുള്ള നമ്മളെക്കാൾ വലുതും ശക്തി കൂടിയതും മറ്റ് പലതരക്കുള്ള എന്തെല്ലാം പടപ്പുകളുണ്ടോ ആ പടപ്പുകളെല്ലാം അത്ഭുതമായ ജീവി നാം ഓരോരുത്തരുമാണ്. നമുക്ക് നമ്മുടെ വലിപ്പവും വണ്ണവും അറിയുന്നില്ല. എന്നാൽ ഈ നമ്മുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മുഹീദ്ദീൻ അവറുകൾ തങ്ങൾ എഴുതി വെച്ചതിന് അവസാനം എഴുതി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക സൃഷ്ടികളെ എന്ന് ഒട്ടും സീലും ചെയ്ത സംഭവം ഇപ്പോഴത്തെ ഉസ്താദായ മുനീർ ഹസൻ പറയുകയുണ്ടായി. അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഏതെല്ലാം നബിമാര് വന്നോ ആ നബിമാരെ അനുകരിച്ച ഔലിയാക്കന്മാർ ആരൊക്കെ വന്നോ എല്ലാവരുടെയും ദൗത്യം ഖൽഖുകളായ നമ്മെ ഈ അത്ഭുത ജീവിയെ സിട്ടാവായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാണ്. അതാണ് നമ്മുടെ ദൗത്യം. അതാണ് മഹാന്മാര് ചെയ്തത്. അത് അത്ര മഹാന്മാർ ജീവിച്ചു പോയ നാടില്, അതുപോലെ മറമിട്ട് കിടക്കുന്ന നാടില് അതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാനും കഴിയും. ഞാൻ പറഞ്ഞു, നമുക്കറിയാം നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും അത്ഭുതപ്പെട്ട ജീവി. എന്നാൽ നാം ഒന്നുമല്ല. ഈ കാണുന്ന പ്രപഞ്ചം, ഭൂമി, ഈ ഭൂമിയിൽ എത്രയോ ലക്ഷക്കണക്കായ വസ്തുക്കളുണ്ട്. അതിൽ എത്ര നിസ്സാരനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു ഖൈർ വന്നാൽ അഹങ്കരിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വാവട്ട് കുഞ്ഞിനെ പോലെ കരയുന്ന ഒരു മനുഷ്യനാണ് നാം. എന്നാൽ ഈ ഭൂമി നമുക്കറിയാം, നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, സൂര്യനെ വലയം ചെയ്ത് കറങ്ങുന്ന 8 വലിയ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളെ വലയം ചെയ്യുന്ന 161 ഉപഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന 20 ലക്ഷം കോടി ജനങ്ങൾ, 20 ലക്ഷം കോടി ഗ്രഹങ്ങളുമുള്ള സൗരയുധത്തിൽ ഒരംശമാണ് നമ്മുടെ ഈ ഭൂമി. സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൂര്യന്റെ വൃത്തത്തിൽ നടുവിലൂടെ പോകുകയാണെങ്കിൽ
പോകാൻ കഴിഞ്ഞിട്ടല്ല, പോകുകയാണെങ്കിൽ 13,90,000 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അപാരമായ കഴിവ്, ഖുദ്റത്ത്, സൃഷ്ടിപ്പാണ്. ഇങ്ങനെ അപാരമായ ഓരോ ലോകത്ത് ഇതുപോലെയുള്ള കോടാനുകോടി വസ്തുക്കൾ സൃഷ്ടിച്ചതായ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം, ഇന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തുള്ള മുഴുവനുള്ള പരിസ്ഥിതിവാദികൾ ഭൂമിയിൽ മരം നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വായു ഈ മരത്തിന്റെ പച്ചപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ഈ മരത്തിന്റെ പച്ചപ്പുണ്ടാകും നമുക്കറിയാം. അവർ തന്നെ പറയുന്നു, ഈ ഭൂമിയിൽ നിന്നും 14,90,00,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന ആ സൂര്യന്റെ പ്രകാശം ഏറ്റുകൊണ്ടാണ് ഭൂമിയിലെ ചെടികളെല്ലാം പച്ചപ്പുള്ളതാകുന്നത്. ആ പച്ചയാണ് നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ നൽകുന്നത്. ഇങ്ങനെ അപാരമായ അല്ലാഹുവിന്റെ ഖുദ്റത്തുകൾ മനസ്സിലാക്കി ചിന്തിച്ച ആളുകളാണ് റൂട്ട് മാറിപ്പോയ മഹാന്മാർ. അതിൽപ്പെട്ട ഒരു മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മുഹീദ്ദീൻ ബുഖാരി അവர்கள். ഈ കാര്യങ്ങളെല്ലാം മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും തുടർന്ന് വരുന്ന പ്രഭാഷകരും ആശംസാ പ്രസംഗരൊക്കെ അറിയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി തങ്ങളെ ശേഷം ഒരു ആലിം ഖുറൈശി തറവാട്ടിൽ ജനിക്കുമെന്ന് പുകഴ്ത്തി പറഞ്ഞ ഇമാം ശാഫിഈ തങ്ങളെ പറഞ്ഞു, ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹു, ഞാൻ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ സാലിഹീങ്ങളിൽ പെട്ട ആളല്ല. അത് വിനയം കൊണ്ട് പറഞ്ഞതാണ്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവരെ പുകഴ്ത്തുന്നത് കൊണ്ട്, അവരെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട്, അവരെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട്. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ തങ്ങൾ പോവുകയാണ്. ബുദ്ധിമുട്ടാക്കാതെ മുസാഫാത്ത് ചെയ്യുന്നവർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാദാത്തുക്കൾക്കും ഉലമാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അവിടെ എല്ലാം തണലായി ദീർഘകാലം നമുക്ക് ദീനീ സുന്നത്തിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, വഅക്റഹു മൻ തിജാറത്തുൽ മആസി, തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നു. പക്ഷേ എന്റെയും അവരുടെ എല്ലാം അധ്വാന ഫലം ഒന്നാണെങ്കിലും ഇതുപോലെയാവണം നമ്മുടെ ഖൽബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ഒപ്പം നിന്ന്, മരിച്ചുപോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അവരൊപ്പം നിന്ന് ദീനിന്റെ ഖാദിമയായി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനിവിടെ വന്നുകൊണ്ട് കുറച്ചു കാലം ഖിദ്മത്തെടുത്ത അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഈ നേർച്ച ഇങ്ങനെ ആകുവാൻ വേണ്ടി ഈ നാട്ടില് നൂറുകണക്കായ ചെറുപ്പക്കാരുടെ നീണ്ട ദിവസങ്ങളെ പ്രവർത്തനമുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അർഹമർ റഹീമനായ തമ്പുരാൻ നമ്മളെല്ലാം ഇതിന്റെ പ്രവർത്തനത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെറുകിട അബ്ദുൽ മുസ്ലിം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഒരു മജ്ലിസിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ഇവിടെ സംഘടിച്ചതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആധ്യാത്മികതയുടെ പ്രകാശം പരത്തുന്ന എണ്ണമറ്റ സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും നേതൃത്വം നൽകി കഴിഞ്ഞുപോയതാണ് കേരളത്തിന്റെ 14 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഇസ്ലാമിന്റെ ചരിത്രം. ഒരുപാട് ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം കാണുന്ന എണ്ണമറ്റ മക്ബറകൾ, അവിടെയൊക്കെ ജനങ്ങൾക്ക് മാർഗദർശികളായി വെളിച്ചം പകർന്ന് സാന്ത്വനം നൽകി അവരുടെ ആവലാതികൾ കേട്ട് കഴിഞ്ഞുപോയ എത്രയോ സാത്വികരായ മഹാന്മാരും പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞ് യമനിൽ നിന്നാണ് ഇസ്ലാമിന്റെ ആഗമനവും കടന്നുവരവും ഉണ്ടായത്. സഹാബികൾ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് ഇമാമുമാരും പണ്ഡിതന്മാരും ഖാദിമാരും നമ്മുടെ ആധ്യാത്മിക നേതാക്കളുമായി വന്ന ആളുകൾ അധികവും യമനിൽ നിന്ന് വന്ന മഹാന്മാരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിത ശൈലികളിൽ, നമ്മുടെ ഇസ്ലാമിക സംസ്കാരങ്ങളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിലൊക്കെ ഒരു യമനി ടച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ മഹാജ്ഞാനികളായ ആദ്യകാല പണ്ഡിതന്മാർ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചാണ് കടലുകൾ താണ്ടിക്കടന്ന്, കുന്നുകളും മേടുകളും മുറിച്ചു കടന്ന്, മരുഭൂമികൾ കടന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് എത്തിയത്. അറേബ്യയിൽ നിന്ന് ചൈനയിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈറ്റിന് പോകണമെങ്കിൽ തന്നെ 4.5 മണിക്കൂർ വേണം. ഇവിടെ നിന്ന്, അത് പടിഞ്ഞാറാണ്, ഇവിടെ നിന്ന് നേരെ കിഴക്കോട്ട് പോയാൽ ഒരു 6 മണിക്കൂർ യാത്ര ചെയ്യണം ചൈനയിലെത്തണമെങ്കിൽ.